ഇന്ത്യ ചൈന ഉച്ചകോടി കഴിഞ്ഞു. പക്ഷേ SCO മീറ്റിംഗ് തുടരുകയാണ്. ഏകദേശം നാളെയോടുകൂടി ഇന്ത്യൻ പ്രധാനമന്ത്രി തിരിച്ചു വരും. അപ്പോൾ അതിനകത്ത് ഒരു ജോയിൻ്റ് ഡിക്ലറേഷൻ വന്നിട്ടുണ്ട്. ആ ജോയിൻ്റ് ഡിക്ലറേഷൻ്റെ അകത്ത് പ്രധാനപ്പെട്ടത് ഞാൻ കാണുന്നത് പല പോയിന്റുകളുണ്ട്. ബോർഡർ ഡിസ്പ്യൂട്ട്, മറ്റുള്ള എന്ത് കാര്യങ്ങളും ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായാൽ അത് ഇന്ത്യ ചൈന വ്യാപാരത്തെയോ ബന്ധത്തെയോ ബാധിക്കരുത്. അതാണ് നമ്പർ 1. ബാക്കിയുള്ളതിൽ പ്രഹസനമാണ്. കാരണം ഗാൽവൻ ആണെങ്കിലും ലഡാക്ക് ആണെങ്കിലും ഈ ഇഷ്യൂ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അത് ചൈനീസ് ബിസിനസ്സിനെ ഭയങ്കരമായിട്ട് ബാധിച്ചു. മനസ്സിലാക്കുക, ചൈനയുടെ ഇപ്പോഴത്തെ ട്രേഡ് ഇന്ത്യയുമായിട്ട് ഏകദേശം $140 ബില്യൺ ചൈനീസ് സാധനങ്ങൾ ഇന്ത്യയിലോട്ട് വരുന്നത്. ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോകുന്നത് ഏകദേശം 17 മുതൽ 18 ബില്യൺ ഡോളറിൻ്റെ പ്രോഡക്ട്സ് ആണ്. അതിലേറ്റവും കൂടുതലുള്ളത് ഈ അയണോറാണ്. അതായത് ചൈനയിൽ ഈ അയണോർ ഇല്ല വലുതായിട്ട്. അപ്പം അയണോർ എന്ന് പറഞ്ഞാൽ വലിയ ഡിമാൻഡാണ് ചൈനയിൽ. അവരത് കൊണ്ടുപോയിട്ട് അവിടെ സ്റ്റീൽ ഉണ്ടാക്കിയിട്ട് ആ സ്റ്റീൽ ഇന്ത്യയിൽ വിൽക്കും. മനസ്സിലായല്ലോ സംഭവം? ഇതാണ് ചൈന എന്ന് പറഞ്ഞ ബിസിനസ്സുകാരൻ. അതായത് ഇന്ത്യയിൽ നിന്ന് അയണോർ അവിടെ കൊണ്ടുപോയിട്ട് ആ സ്റ്റീൽ ഉണ്ടാക്കിയിട്ട് ആ സ്റ്റീൽ ഇന്ത്യയിൽ വിൽക്കും. അപ്പം നിങ്ങൾ ഈ റെയിൽവേയുടെ ആക്സിലില്ലയോ, അതായത് ഇപ്പോഴത്തെ റെയിൽവേ ആണല്ലോ ഏറ്റവും കൂടുതൽ ഈ സ്റ്റീലുമായിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥാപനം. അതിന്നും ചൈനയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇങ്ങനെ സ്റ്റീലുമായി ബന്ധപ്പെട്ട ഗ്ലോബൽ മാർക്കറ്റിൽ ചൈനയ്ക്ക് വലിയൊരു സ്ഥാനമുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നും സ്റ്റീൽ കൊണ്ടുവന്നിട്ട് അത് അയണോറ് കൊണ്ടുവന്നിട്ട് അത് സ്റ്റീലായിട്ട് മാറ്റിയിട്ട് ലോകത്ത് പല രാജ്യങ്ങളിലും ചൈന വിൽക്കുന്നുണ്ട്. ചൈനീസ് സ്റ്റീല് ഏറ്റവും നല്ല ക്വാളിറ്റിയാണെന്നാണ് പറയുന്നത്, ഉറപ്പായിട്ടും. അല്ലെങ്കിൽ ലോകത്ത് ഇത്രയും രാജ്യങ്ങളിൽ ചൈനീസ് സ്റ്റീൽ വാങ്ങത്തില്ല. അപ്പം ബാക്കിയുള്ള ഈ ഡിക്ലറേഷൻ്റെ അകത്തിൽ പ്രഹസനമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ശക്തമാക്കണം, സ്ട്രോങ് ആക്കണം, അതാക്കണം, ഇതാക്കണം. ആ പോയിന്റുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ചില കണ്ടന്റുകൾ നിങ്ങളോട് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ഈ 2005 ഇന്ത്യ ചൈന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് പല രാജ്യങ്ങളിലെ സാങ്ഷനും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഈ ന്യൂക്ലിയർ വെപ്പൺസുമായി ബന്ധപ്പെട്ട്. അതായത് ന്യൂക്ലിയർ ടെസ്റ്റുമായി ബന്ധപ്പെട്ട്. അതിനുശേഷമാണ് ഈ അമേരിക്കയുമായിട്ടും മറ്റുള്ള രാജ്യങ്ങളായിട്ട് ഇന്ത്യ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ഈ ട്രേഡും പരിപാടികളും ഒക്കെ വളരെ കാര്യമായിട്ട് മുന്നോട്ട് പോയത്. അതായത് ഇന്ത്യ ചൈന റിലേഷൻ 2005 പോലെ വരും എന്നാണ് പറയുന്നത്. അതിനുശേഷം ചില റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു. മോദിയാണ് ചില റെസ്ട്രിക്ഷൻസ് ചൈനയ്ക്ക് മുകളിൽ കൊണ്ടുവന്നത്. ഈ റെസ്ട്രിക്ഷൻസ് ചൈനയ്ക്ക് മുകളിൽ 2014 കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബ്രാൻഡുകളും ഫാക്ടറികളെല്ലാം ചൈനയുടെ പേരിലായിട്ട് അങ്ങ് മാറിയാൽ. നിങ്ങൾ ചോദിക്കും അതെന്താ? മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. ഇന്ത്യൻ ബ്രാൻഡുകളും ഗ്ലോബലി ഭയങ്കര ഡിമാൻഡുള്ള ബ്രാൻഡുകളാണ്. ഇന്ത്യൻ ബ്രാൻഡുകൾ നല്ല ബ്രാൻഡുകളാണ്. അത് ആദ്യം മനസ്സിലാക്കുക. ചൈന എങ്ങനെയാണിത് വിഴുങ്ങാൻ പോകുന്നത് ശ്രദ്ധിച്ചോളൂ. ഈ പറയുന്ന ഇന്ത്യയുടെ സ്റ്റീൽ കമ്പനികളുണ്ട്, പ്രൈവറ്റും അതും ഇതും ഒക്കെ ആയിട്ടുള്ള. വലിയ കമ്പനിയുണ്ട്, ചെറിയ കമ്പനിയുണ്ട്, പൊതുമേഖലയിലുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഷെയറുകൾ ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കാനുമുണ്ട്. ഈ ചെറിയ ചെറിയ സ്റ്റീൽ കമ്പനി, കാരണം ഇന്ത്യൻ അയൺ ഓർ എന്ന് പറയുന്നത് ഗ്ലോബലി ഡിമാൻഡഡ് ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ടാണ് ചൈന ഈ കൊറിയ പോലും ഒറീസയിൽ വലിയ വലിയ പ്ലാന്റുകളും അയൺ ഓർ കൊണ്ടുപോകാനുള്ള പരിപാടികളൊക്കെ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യയിലെ സ്റ്റീൽ കമ്പനികളെ മുഴുവനും ചൈന അങ്ങ് വീഴുന്നു, ചില കമ്പനികൾ ഒഴികെ. അതവർ ലോകത്തെല്ലായിടത്തും പോയി കാണിക്കുന്നതാണ്, ലോകത്തെല്ലായിടത്തും. അതായത് ഇന്ത്യൻ ബ്രാൻഡായിട്ട് നിർത്തും, പക്ഷേ അത് ചൈനയുടെ ഉടമസ്ഥതയിലായിരിക്കും. ഇപ്പം ഈ ബ്രിട്ടനിൽ പോയിട്ട് ഈ MG എന്ന് പറയുന്നത് നിങ്ങൾ MG കുറേ കാറുകൾ നിങ്ങൾ കണ്ടു കാണാം. അപ്പോൾ ആ സാധനം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ബ്രാൻഡാണ്, പക്ഷെ ചൈനയുടെയാണ് സാധനം. അതേപോലെ ബ്രിട്ടനിലുള്ള സ്റ്റീൽ കമ്പനികൾ പ്രധാനപ്പെട്ടത്, അത് കഴിഞ്ഞ ഇടയ്ക്ക്
അത് ചൈനയുടെയാണ് ഉടമസ്ഥതയിലുള്ളത്. പക്ഷെ ബ്രിട്ടൻ അത് തിരിച്ചിട്ട് ഏറ്റെടുത്തു. കാരണം ഈ ടാരിഫുമായിട്ടുള്ള ഇഷ്യൂ നടന്ന സമയത്ത് ചൈന അതിൻ്റെ അകത്ത് ഡേർട്ടി ഗെയിം കാണിക്കുമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് അതൊരു സുപ്രഭാതത്തിൽ ആ കമ്പനി അങ്ങ് ഏറ്റെടുക്കുമായിരുന്നു. ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന സംഭവം ശ്രദ്ധിച്ചോണം, ഇതാണ് പ്രധാനപ്പെട്ടത്. ഇന്ത്യയിലെ പല ബ്രാൻഡുകൾ, അതായത് സൂപ്പറായിട്ട് ഗ്ലോബലി അറിയപ്പെടുന്ന ബ്രാൻഡുകൾ ഈ ചൈനീസ് ഗവൺമെൻറ്റും ചൈനീസ് കമ്പനികളും ഏറ്റെടുക്കും. കാരണം ഇന്ത്യയിൽ പല കമ്പനികൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, പരാധീനതകളുണ്ട്, അവർക്ക് സർവൈവൽ പ്രശ്നമുണ്ട്. ഈ സാധനം ഏറ്റെടുത്തിട്ട് ചൈനയുടെ ഹൈ എൻഡ് ടെക്നോളജി വെച്ച് ഇതിനെ ലാഭത്തിലാക്കും. പക്ഷെ പേര് ഇന്ത്യൻ ബ്രാൻഡാണ്, പക്ഷെ അത് ചൈനയുടെയാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുക ഞാൻ മാത്രമല്ല ഇത് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ പല ആവർത്തി RSSൻ്റെയും, അതായത് സ്വദേശി ജാഗരൺ മഞ്ചാണെങ്കിലും RSSൻ്റെ പല സീനിയർ എക്കണോമിസ്റ്റുകളാണെങ്കിലും ഗുരുമൂർത്തിയാണെങ്കിലും ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഈ 2005 മുതലുള്ള ചൈനയുടെ ഈ ഇൻവേഷൻ, അതായത് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഇന്ത്യയുടെ ചെറുതും വലുതുമായുള്ള ഒറ്റ ഇൻഡസ്ട്രി ഇല്ലാതെ മുഴുവനും അടച്ചുപോയി, മുഴുവനും ചൈനയിൽ നിന്ന് വരാൻ തുടങ്ങി. അതായത് വീട്ടിലുപയോഗിക്കുന്ന ഫാൻ ആണെങ്കിലും മിക്സി ആണെങ്കിലും അതാണെങ്കിലും ഇതാണെങ്കിലും ഈ കാണുന്ന ഇതൊക്കെ നമ്മൾ പഴയ അപ്ഡേറ്റഡ് ഈ അപ്ഗ്രേഡ് ചെയ്ത വേർഷനൊന്നുമല്ല. ചൈനയുടെ കയ്യിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട AI വേർഷനുണ്ട്. അവൻ ഈ സാധനം ഇങ്ങോട്ട് ഇറക്കിയിട്ട് ഇന്ത്യൻ ബ്രാൻഡിൽ അത് ചൈനയുടെ പ്രോഡക്റ്റ് ആയിട്ടങ്ങ് മാറുക. ബ്രാൻഡ് ഇന്ത്യയുടെ പ്രോഡക്റ്റ് ചൈനയുടെ, അവന് ലോകത്തിൽ ഇത് പലയിടത്തും കൊടുക്കാം. കാരണം പല സാധനങ്ങളും ചൈനയിൽ ഉണ്ടാക്കാൻ പറ്റാത്തതിൻ്റെ കാരണം, ഇൻക്ലൂഡിങ് ടെക്സ്റ്റൈൽസും ഗാർമെൻറ്റ്സും ഒക്കെ, ഇന്ത്യ വളരെ ചീപ്പാണ്. നേരത്തെ ഒരു സമയത്ത് ചൈന വളരെ ചീപ്പായിരുന്നു. ഇന്ത്യയുടെ ഇപ്പം 5 മുതൽ 7 ഇരട്ടി വലിയ സൈസാണ് ചൈനീസ് എക്കോണമി. അവിടെ ലൈഫ് സ്റ്റൈലും ലിവിങ് സ്റ്റൈലും എല്ലാം മാറി പൂർണ്ണമായിട്ടും. അതായത് ഇവിടെ ഒരു ടെക്കി എഞ്ചിനീയർക്ക് സ്റ്റാർട്ടിങ്ങിൽ 40,000 50,000 രൂപ സാലറി ഇവിടെ കൊടുക്കുമ്പോൾ ചൈനയിൽ അതേപോലെ എഞ്ചിനീയർക്ക് 2.5 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ ഒരു മാസം അവിടെ സാലറി കൊടുക്കണം. അപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയാണ് കറക്റ്റ് ഇതേപോലുള്ള ലേബേഴ്സിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും. ഇന്ത്യയുടെ താല്പര്യമുണ്ട്, അതായത് ഇന്ത്യയിൽ ജോലി കിട്ടും. പക്ഷെ ഇന്ത്യൻ കമ്പനികൾ മുഴുവനും അവനെ കയറി വീഴുന്നു. അതുമാത്രമൊന്നുമല്ല, ലോകത്തവൻ കാണിച്ച പരിപാടികൾ അതുതന്നെയാണ്. ഈ നിങ്ങൾ കേട്ട് കാണും ഈ പനാമ കനാൽ, അതുപോലും ചൈന ഏറ്റെടുത്തതാണ്. എന്നിട്ടാണോ, അതായത് അമേരിക്ക ഉണ്ടാക്കി കൊടുത്ത പനാമ എന്ന് പറഞ്ഞ ചെറിയ രാജ്യത്ത് ആ കനാല് പോലും ചൈനയുടെ ഹച്ചിൻസൺ എന്ന് പറഞ്ഞ കമ്പനി ഏറ്റെടുത്തതാണ്. ട്രംപ് വന്ന് പനാമയെ പിടിച്ച് വരട്ടി കഴിയുമ്പോൾ രായ്ക്ക് രാമാണ് ഹച്ചിൻസൺ അത് അമേരിക്കൻ കമ്പനിക്ക് എഴുതി കൊടുത്തു. മനസ്സിലാക്കുക. അപ്പം അവർ ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യയിൽ വന്ന് വിളയാടാൻ പോകുന്ന രീതിയൊക്കെ ഗുജറാത്തിയായ മോദിക്ക് അറിയാവോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ചൈന നമ്മളെ വീഴുന്നത് നല്ലപോലെ വിഴുങ്ങും. ഈ ചൈനീസ് ബിസിനസ്സുകാരുമായിട്ട് ബിസിനസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര സിമ്പിളൊന്നുമല്ല. അവർക്ക് ഈ പറയുന്ന പോലെ ഇന്ത്യക്കാരോടും ഇന്ത്യയോടും ഈ പറയുന്ന സ്നേഹമൊന്നുമില്ല. ഇന്ത്യ വലിയ മാർക്കറ്റാണെന്നറിയാം. ആ മാർക്കറ്റ് മാക്സിമം ഉപയോഗിച്ചിട്ട് ഈ ഇന്ത്യയിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള കമ്പനികൾ മുഴുവനും ചൈന കയറി വീഴുന്നു. ഇത് മുഴുവനും ഹോൾട്ട് ചെയ്ത് കളയും. ഇത് ചൈനയുടെ കസ്റ്റഡിയിലാക്കി തരും. വേറെ കാര്യം പറയാം, ഈ ഗാൽവൻ ഇഷ്യൂവിന് ശേഷമാണ് പല ചൈനീസ് കമ്പനിയും പോകുന്നത്. ഇന്ത്യയുടെ റെയിൽവേയുടെ കീ ആയിട്ടുള്ള കോൺട്രാക്ടേഴ്സ് പോലും ചൈനീസ് കമ്പനിയായിരുന്നു. ഈ പ്രശ്നം ഉണ്ടാക്കിയ ശേഷമാണ് അവർ വിഡ്രോ ചെയ്ത് പോകുന്നത്. അവർ മുഴുവനും ഇന്ത്യൻ റെയിൽവേയിലും ഈ പറയുന്ന കോച്ച് ഉണ്ടാക്കുന്നിടത്തെല്ലാം കയറി വരും. അതായത് കുറച്ച് കഴിയുമ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ കോൺട്രാക്റ്റ് മാത്രമല്ല, അത് നടത്തിപ്പ്, അതിൻ്റെ കൺസൾട്ടൻസി, ഈ സംഭവം ഓടുന്നത്, അതിൻ്റെ സ്പീഡ്, അത് ഇത് കുടച്ചക്രം മുഴുവനും ഈ ചൈനീസ് കമ്പനികളെ കൈക്കലാക്കും. ഉണ്ടാകാൻ പോകുന്നത് അതാണ് ഈ സ്വദേശി ജാഗ്രൺ മഞ്ച് എന്നും പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആൾക്കാരും നമ്മുടെ പ്രധാനമന്ത്രി സ്വദേശി മൂവ്മെൻ്റ് എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ഒന്ന് പറയണം, ഇന്ത്യയിൽ ഏത് പ്രോഡക്റ്റാണ് ഇന്ത്യ മാത്രമായിട്ടുണ്ടാക്കുന്ന സ്വദേശി പ്രോഡക്റ്റ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത്. ചില കേരളത്തിലെ ആൾക്കാർ സോഷ്യൽ മീഡിയ കണ്ടു, ഇന്നു മുതൽ അവർ GPayയും
അതേപോലെ ഫോൺ പേ ഉപയോഗിക്കത്തില്ല. പകരം അവർ ഉപയോഗിക്കാൻ പോകുന്നത് ഭീം ആപ്പും അതേപോലെ തന്നെ പേടിഎം. മനസ്സിലാക്കുക, പേടിഎമ്മിന് എന്താ ഇന്ത്യ ബാൻ ചെയ്തത്? ചൈനയുടെ കയ്യിൽ നിന്നും സാമ്പത്തിക ഇടപാടുകൾ നടത്തി ഇന്ത്യയുടെ ഡാറ്റ അവർക്ക് കൈമാറി. ഇതിൻ്റെ പേരിലാണ് പേടിഎത്തെ ഇന്ത്യ ഗവൺമെൻറ് ബാൻ ചെയ്തത്. ആദ്യം മനസ്സിലാക്കുക. ഭീം ആപ്പ് ഇതിൻ്റെ സെർവർ എവിടാണെന്നറിയോ? എനിക്കറിയത്തില്ല. നിങ്ങൾ ചിന്തിച്ചാൽ മതി. എന്തിനാ ടിക്ടോക്കിനെ ബാൻ ചെയ്തത്? ആദ്യമായിട്ട് ഇന്ത്യയാണ് ബാൻ ചെയ്യുന്നത്. ഇതിനകത്ത് വരുന്നത് ഇന്ത്യയുടെ ഡാറ്റ മുഴുവൻ അടിച്ചോണ്ട് പോകുന്നു. ചൈന ഇങ്ങോട്ട് രണ്ടാമത് വരുമ്പോൾ പുതിയ ടെക്നോളജിയും, ചൈനയുടെ ടെക്നോളജി ഹൈ എൻഡ് ടെക്നോളജിയാണ്. അതായത് ചില ടെക്നോളജിയൊക്കെ അമേരിക്ക പോലും അടുത്ത് എത്താൻ പറ്റാത്ത ടെക്നോളജിയാണ് ചൈനയുടെ കയ്യിലുള്ളത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം അതിനൊക്കെ വളരെ വളരെ മുമ്പില്. ഇന്ത്യ അതിൻ്റെ അടുത്ത് പോലും എത്തത്തില്ല. കൃത്യമായിട്ട് പറയാം. ഈ ടെക്നോളജിയും കൊണ്ട് ഇന്ത്യയിലോട്ട് ഇങ്ങോട്ട് വരികയും ഇന്ത്യയുടെ ഇപ്പോൾ അഡാനിയാണ് ഇന്ത്യയിൽ അധികം പോർട്ടുകൾ നടത്തുന്നത്, എയർപോർട്ടുകൾ നടത്തുന്ന മറ്റുള്ള കമ്പനികളുണ്ട്. ഈ കമ്പനികളെ മുഴുവനും ഈ പറയുന്ന ചൈനീസ് കമ്പനികൾ വിഴുങ്ങും. 100% വിഴുങ്ങും. അതേപോലെ ഇന്ത്യയിലെ ടെക്നോളജി കമ്പനികൾ, അതായത് അമേരിക്കയുമായിട്ട് ബിസിനസ് നടത്തുന്നത്, അവരെയും ചൈന വിഴുങ്ങും. കാരണം ഇന്ത്യയിൽ നടക്കുന്ന ടെക്നോളജി ടെക്കീസ് എന്ന് പറയുന്ന എല്ലാ അമേരിക്കൻ കൺസൾട്ടൻസി അവരോരോ കോൺട്രാക്ട് കിട്ടി അത് ചെയ്യുന്നവരാണ്. ഇവർക്കൊന്നും ചൈനയ്ക്ക് അമേരിക്കയിൽ എൻട്രി കിട്ടിയില്ല പലയിടത്തും. കാരണം അമേരിക്ക ഇവരെ പലയിടത്തും ബ്ലോക്ക് ചെയ്തു. അവിടെ കയറരുത്, ഇവിടെ കയറരുത്, ഇവിടെ വരരുത്, അങ്ങോട്ട് വരരുത്. അതിപ്പോൾ ഇന്ത്യ ത്രൂ കയറുവാണ്. അതിന് മോദി വഴിയൊരുക്കി കൊടുത്തു. ഇതാണ് ചൈന ഭയങ്കര വളരെ വെൽ കാൽക്കുലേറ്റഡ് മുന്നേറ്റമാണ് നടത്തുന്നത്. എന്തുവാണ് ഈ അനിൽ അംബാനിയുമായിട്ട് ചൈനയുടെ ഇടപാട് നിങ്ങൾക്കറിയാം? അനിൽ അംബാനിയുടെ കമ്പനിക്ക് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് ചൈനീസ് കമ്പനിയായിരുന്നു. അവസാനം ഇന്ത്യയും ചൈനയുമായിട്ട് ഇടപാടൊക്കെ നടന്ന് ഒരു പോസിറ്റീവായി കഴിഞ്ഞപ്പോൾ ഈ അടുത്ത സമയത്താണ് അനിൽ അംബാനിയുടെ കമ്പനി കയറിയ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നത്. അപ്പം ഇത്രയും നാൾ ഈ കേസ് നടന്നുകൊണ്ടിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് റെയ്ഡ് നടത്താഞ്ഞ്? എന്തുകൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്യാഞ്ഞ്? ചൈനയുമായിട്ടുള്ള ബന്ധം തുടങ്ങിയപ്പോൾ ചൈനീസ് പ്രഷർ അവനെ അറസ്റ്റ് ചെയ്യുക, ആ കമ്പനിയിൽ റെയ്ഡ് നടത്തുക. മനസ്സിലാക്കുക, എന്നെ തെറി വിളിക്കുന്നവന്മാർ മനസ്സിലാക്കുക. അതാണ് ചൈനീസ് ഇൻഫ്ലുവൻസ്. അതായത് ഇന്ത്യൻ ബോർഡറിൽ ഒരു കാര്യം പറയാം, ചൈനീസ് ടെക്നോളജിയെ പറ്റി പറയാം. ഇന്ത്യൻ ബോർഡറിൽ, അതായത് ചൈന ഇന്ത്യ ബോർഡറിൽ ഈ പല പട്ടാളക്കാരൻ ജോലി ചെയ്യുന്ന -40 ഡിഗ്രിയിലാണ്. ഒരു 6 മാസം, അതായത് ഇന്ത്യൻ സൈന്യത്തിലെ ഒരു 10% പട്ടാളക്കാരി ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ -40 ഡിഗ്രിയിലൊക്കെ പോയി ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15% പട്ടാളക്കാർ അവർ പിന്നെ രോഗികളായിട്ട് മാറുന്നുണ്ട്. കാരണം ഹൈ ആൾട്ടിറ്റ്യൂഡ് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയാണ് ഈ സംഭവം. എൻ്റെ ബന്ധുക്കൾ തന്നെ രോഗികളായിട്ടുണ്ട് അവിടെ പോയി സർവീസ് ചെയ്തതിൻ്റെ പേരിൽ. അപ്പം അങ്ങനെ വരുമ്പോഴേ ഇപ്പോൾ ചൈന ചെയ്തിരിക്കുന്ന പരിപാടി എന്തൊക്കെ? ഇന്ത്യ സ്റ്റാൻഡ് ഓഫിൽ, അതായത് ഹ്യൂമനോയിഡ്സ്, അതായത് യന്ത്ര മനുഷ്യരെ കൊണ്ട് അവരാണ് അതിപ്പം അതിൻ്റെ ട്രയൽ നടക്കുവാണ്. അതായത് AI ഉപയോഗിച്ച് യന്ത്ര മനുഷ്യരായിരിക്കും ചൈനീസ് ബോർഡർ ഇനി ഇരിക്കുക, അതായത് ആൾക്കാരല്ല. ആ രീതിയിലാണ് ചൈന മുന്നേറുക. അത്രമാത്രം അഡ്വാൻസ് ടെക്നോളജിയാണ് ചൈനയുടെ കയ്യിലുള്ളത്. അതുമായിട്ട് ഇന്ത്യയിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ മിഡിൽ ക്ലാസ് ആലോചിച്ച് നോക്കുക. ചൈനയ്ക്ക് ഏറ്റവും വലിയ പ്രത്യേക താല്പര്യം എന്തുവാ? അവർക്ക് മാർക്കറ്റ് വേണം. കാരണം അമേരിക്ക അവർക്ക് മാർക്കറ്റ് കൊടുക്കുന്നില്ല, അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ അവർക്ക് പലയിടത്തും മാർക്കറ്റ് കൊടുക്കുന്നില്ല. അപ്പോൾ അവർക്ക് വലിയൊരു മാർക്കറ്റ് വേണം. ആ മാർക്കറ്റ് ഇന്ത്യയിൽ നിങ്ങൾ ഈ പറയുന്ന അവർ 500 ബില്യൻ്റെ ഒക്കെ ഇന്ത്യയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. ഇത് നടക്കാത്ത കാര്യമൊന്നുമല്ല. കാരണം ഇന്ത്യൻ ഡിമാൻഡ് അങ്ങ് കയറും. കാരണം ഇന്ത്യൻ മിഡിൽ ക്ലാസിൻ്റെ പണമുണ്ട്. ഈ ഡിമാൻഡ് കയറുമ്പോൾ ഈ ചൈനീസ് സാധനങ്ങളെല്ലാം ഇന്ത്യയിൽ അവർക്ക് ഡംപ് ചെയ്യും ഓരോന്നും. അതായത് ഞാനൊരു കാര്യം പറയാം. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഈ ടീഷർട്ട് എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് കമ്പനി, ഇതിൻ്റെ പേര് യുണീക്ലോ എന്നാണ്. ഇത് ഡൽഹിയിലും ബോംബെയിലും മാത്രമാണ് അവർക്ക് ബ്രാഞ്ചുകളുള്ളത്. അപ്പോൾ അവർ വന്ന ശേഷം ഈ ചെന്നൈയിലും തിരുപ്പൂരിലൊക്കെയുള്ള ആൾക്കാരെ കൊണ്ടും അവരുടെ പ്രോഡക്റ്റുകൾ ഇന്ത്യയുടെ സ്റ്റൈലിന് വേണ്ടി അവർ പ്രിൻ്റ് ചെയ്യുന്നത്. മറ്റുള്ള സാധനങ്ങളൊക്കെ വരുന്നത് ചൈനയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നാണ് വരുന്നത്, ബംഗ്ലാദേശിൽ നിന്നും വരുന്നുണ്ട്. ചൈന ഇന്ത്യ ഈ സംഭവത്തോട് വന്നു കഴിയുമ്പം 100% ഈ സാധനം ചൈനയുടേതായിട്ടങ്ങ് മാറും. കാരണം വളരെ ചീപ്പായിട്ടത് ഇന്ത്യയിൽ തന്നെ ചൈനീസ് കമ്പനികൾ ഉണ്ടാക്കി അങ്ങ് കൊടുക്കും. അതായത് പല ജാപ്പനീസ് കമ്പനികൾ ഇന്ത്യയിൽ പൂട്ടിപ്പോവും. ഒരു കാര്യം ഞാൻ പറയാം,
ജാപ്പനീസ് കമ്പനികളെക്കാളും വളരെ മുമ്പിലാണ് ചൈനീസ് ടെക്നോളജി വൈസും ഹൈ എൻഡ് വൈസും കംഫോർട്ട് വൈസും ലക്ഷോറിയസ് ഈ സാധനങ്ങളൊക്കെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കുന്നുണ്ട്. ഈ ടയോട്ടയാണെങ്കിലും ഹോണ്ടയാണെങ്കിലും സുസുക്കി ആണെങ്കിലും ഇന്ത്യൻ ബ്രാൻഡുകളായ ടാറ്റയാണെങ്കിലും മഹേന്ദ്രയാണെങ്കിലും ഇത് മുഴുവനും ഒന്നുമല്ലാതായി മാറും. കാരണം ചൈനയിൽ ഇത് സാച്ചുറേഷനായി സംഭവം, ആൾക്കാർക്ക് വേണ്ട അത് അത്രമാത്രം പല കമ്പനികൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ആ സാധനം എല്ലാം കൂടെ ഇന്ത്യയെ കൂടെ അങ്ങോട്ട് ഡംപ് ചെയ്ത് കഴിയുമ്പം ഇന്ത്യൻ കമ്പനികൾക്ക് പിന്നെ എന്താണ്ടി ഉള്ളത്? ഈ പറയുന്ന മഹേന്ദ്ര ആണെങ്കിലും ടാറ്റ മോട്ടോഴ്സും ഇൻ ഫ്യൂച്ചറിൽ അത് ചൈനയ്ക്ക് കൊടുക്കത്തില്ല എന്ന് എങ്ങനെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്? ഇത് പറയുമ്പോൾ തമാശയൊന്നും, ഇത് ലോകത്ത് ചൈന എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. എന്താണ് ശ്രീലങ്കയിൽ ഉണ്ടായത്? ചെറിയ രാജ്യമാണ്, അത് ഏറ്റെടുത്ത് അവിടെ പോർട്ട് ഉണ്ടാക്കി, എയർപോർട്ട് ഉണ്ടാക്കി, അതുണ്ടാക്കി, ഇതുണ്ടാക്കി. ഉഗാണ്ടയിലെടുക്കുക, പല ആഫ്രിക്കൻ രാജ്യങ്ങളിലെടുക്കുക, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെടുക്കുക, ഇവിടൊക്കെ അവരതാ ചെയ്തത്. പക്ഷെ അവിടെ ഒന്നും ഈ പറയുന്ന പോലെ വലിയ എക്കോണമി ഒന്നും അല്ലായിരുന്നു ഈ രാജ്യങ്ങളൊക്കെ. ഏറ്റെടുക്കാൻ ശ്രമിച്ചു, ഇത് പല രീതിയിലും സക്സസ്ഫുൾ ആയില്ല. പക്ഷെ ഇന്ത്യ എന്ന് പറഞ്ഞ് നല്ല എക്കോണമിയാണ് രാജ്യം. ഈ രാജ്യത്ത് ഏറ്റെടുത്ത് കഴിഞ്ഞ കാര്യങ്ങൾ അവരുടെ കൈപ്പിടിയിലാണ് ഒതുങ്ങുന്നത്. ഇപ്പൊ ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്ന ഒറ്റ പാർട്ടേ ഉള്ളൂ. ഈ ചൈനീസ് എത്ര ഇന്ത്യക്കാർ, ഞാനൊരു ലാസ്റ്റ് ഒരു കൺക്ലൂഡിങ് പാർട്ട് പറയാം. ഇന്ന് മലയാളികളായ ഇന്ത്യക്കാരൊക്കെ പല ആൾക്കാരും ചൈനീസ് കമ്പനികളിലൊക്കെ വിദേശത്തും മിഡിൽ ഈസ്റ്റിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. എത്ര പേർക്ക് ഈ ചൈനീസ് കമ്പനി ജോലി ചെയ്യുന്നവർക്ക് പോസിറ്റീവായിട്ട് ചൈനീസ് നല്ല ആൾക്കാരെന്ന് പറഞ്ഞ് എത്ര പേരുണ്ട്? ഒരു 100 പേരെ എടുത്ത ഒരു 2 പേരും പോലും പറയത്തില്ല. അത്ര ദുഷ്ടന്മാരാണ് അവർ ഇന്ത്യക്കാരോട്. ആ ദുഷ്ടതയാണ് അവരിവിടെ വന്ന് കാണിക്കാൻ പോകുന്നത്. ചൈനക്കാർ 1% പോലും ഇന്ത്യക്കാരന് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈ അമേരിക്ക ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്തു. അമേരിക്ക ഒരു ഇന്ത്യൻ കമ്പനി ഏറ്റെടുക്കാൻ നോക്കിയിട്ടില്ല. ആദ്യകാലത്ത് അവർ പെപ്സിയും കൊക്കക്കോളയൊക്കെ വന്ന സമയത്ത് അവരിവിടെ ഉണ്ടായിരുന്ന ക്യാമ്പക്കോള എന്ന് പറഞ്ഞ ഡൽഹി ബേസ്ഡ് കമ്പനി അവർ ഏറ്റെടുത്തു. കാരണം ആ കമ്പനി തൊലഞ്ഞ് നാശമായി കിടക്കുന്ന കമ്പനി ഏറ്റെടുത്തിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. ഈ അമേരിക്കൻ കമ്പനികളൊന്നും ഒരൊറ്റ ഇന്ത്യൻ കമ്പനികളെയും വിഴുങ്ങിയിട്ടില്ല, വിഴുങ്ങത്തുമില്ല. ചൈനയുടെ സ്ഥിതി അങ്ങനല്ല. അവർ ഇന്ത്യയുടെ സ്റ്റിൽ എക്സിസ്റ്റ് ആയിട്ടുള്ള പല കമ്പനികളെയും കയറി അങ്ങ് വിഴുങ്ങും. എന്നിട്ട് അവരുടെ ബ്രാൻഡ് ആക്കിയിട്ട് അത് ഇന്ത്യയിൽ ചൈനീസ് കമ്പനികളായിട്ട് അത് ഇന്ത്യൻ പേരിൽ ചൈനീസ് കമ്പനികളായിട്ട് ഇന്ത്യയിൽ പോകും. എന്നിട്ട് ഒരു ലാസ്റ്റ് ഒരു പാർട്ട് കൂടെ പറയാം. ചൈന എവിടൊക്കെ പോയിട്ടുണ്ടോ ലോകത്ത്, അവിടൊക്കെ ലിറ്റിൽ ചൈന ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ചൈനക്കാർക്ക് താമസിക്കാൻ പ്രത്യേക സ്ഥലം, അവർക്ക് എയർപോർട്ടിൽ ഇരിക്കാൻ പ്രത്യേക സ്ഥലം, അവർക്ക് ട്രാവൽ ചെയ്യാൻ പ്രത്യേക സ്ഥലം. ഇതൊക്കെ അവർ ശ്രീലങ്കയിൽ ഉണ്ടാക്കിയതാണ്. ഇത് ഞാനീ പറയുന്നത് വെറുതെ പറയുമല്ല. അത് ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന 2-3 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ കാണും. ഈ ചൈനക്കാരന് സ്പെസിഫിക് സ്ഥലം, ചൈനീസ് മാർക്കറ്റ് വേറെ, ലിറ്റിൽ ചൈന വേറെ, അവന് സഞ്ചരിക്കാൻ പ്രത്യേക വണ്ടി, അവന് പോകാൻ പ്രത്യേക ഫ്ലൈറ്റ്, പ്രത്യേക ഭാഗം. ഇതൊക്കെ ചൈനീസ് ഡിമാൻഡ് ഉണ്ടാകും. ഇതവൻ ലോകത്ത് മുഴുവനും കാണിച്ചിട്ടുണ്ട്. ഇത് നടക്കാഞ്ഞത് അമേരിക്കയിൽ മാത്രമാണ്. ചില യൂറോപ്യൻ രാജ്യങ്ങളും ചൈന അകത്തോട്ട് കയറ്റിയില്ല. ഇതാണ് ഇവന്റെ ജോലി. ഈ പരിപാടിയായിട്ട് ചൈന ഇന്ത്യയിൽ വരികയും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത് തുറന്നു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞു, ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം, ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുകയാണ് ചൈന ഇന്ത്യ ബന്ധത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും BJPയും ചെയ്യുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ RSS ഒരു കാരണവശാലും ഇതിനെ അനുകൂലിക്കത്തില്ല. കാരണം നമ്മുടെ സാധനമാണ്, നമ്മുടെ പ്രോഡക്റ്റ്, ഓരോ ഇന്ത്യക്കാരനുണ്ടാക്കി ഇന്ത്യക്കാരൻ്റെ ബ്രാൻഡ്, അതിനെ വിഴുങ്ങാൻ ചൈനീസ് കമ്പനി വരുമ്പം നിന്ന് കൊടുക്കുക എന്നുള്ള ആ പോളിസിയോട് എനിക്ക് യോജിപ്പില്ല. ആരെന്ത് പറഞ്ഞാലും അത് ഇന്ത്യൻ സാധനമാണ്, ഇന്ത്യൻ പ്രോഡക്റ്റാണ്, ഇന്ത്യൻ ബ്രാൻഡാണ്. അതിനെ ചൈന വിഴുങ്ങുകയാണെങ്കിൽ അതിന് നിന്നു കൊടുക്കുന്ന ഒരുത്തനോടും ഈ മഹാരാജ്യം ക്ഷമിക്കുകയില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ടും പറയാം.